ഹലോ ഗൈസ്, നമ്മൾ കേട്ടിട്ടുണ്ട് പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ നിന്ന്. ഇപ്പോൾ പലനാൾ കള്ളികൾ ഒരു നാൾ പിടിയിൽ എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണ നടത്തുന്ന ഒരു സ്ഥാപനം, അവരുടെ ഒരു ബിസിനസ്, അതിൽ വർഷങ്ങളായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്റ്റാഫുമാർ, അതും സ്ത്രീകളാണ്. അവർ കുറേ നാളുകളായി കുറേ കാശ് കട്ടെടുത്തു. കട്ട കാശിൻ്റെ എല്ലാം കണക്ക് സഹിതം അവസാനം പിടികൂടിയപ്പോൾ ഈ 3 സ്റ്റാഫുമാരാണ്, 3 സ്ത്രീകളാണ്. 3 പേരെ പിടികൂടി കഴിഞ്ഞപ്പോൾ അവർ മാധ്യമങ്ങളുടെ മുന്നിൽ കിടന്ന് ഉരുണ്ട് കളിക്കുന്നു. അതുപോലെ തന്നെ ഇവർ ചോദ്യം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ടെന്ന് പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അതിനുശേഷം ഇപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഈ സ്ത്രീകൾ അവസാനം പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരെ ജാതീയമായിട്ട് അധിക്ഷേപിച്ചു എന്ന് പറയുന്നുണ്ട്. ഒരു ജാതി എന്ന് പറയുന്ന ഒരു സാഹചര്യം വെച്ചിട്ട് പിന്നെ ഒരു സ്പർദ്ധ ഉണ്ടാക്കിയിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് നോക്കുന്നത്. എന്തു വന്നാലും അവസാനം ഒന്നെങ്കിൽ ജാതി പറഞ്ഞോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആൾക്കാരുടെ ഹൃദയത്തെ പിടിച്ച് കുലുക്കുന്ന അല്ലെങ്കിൽ ആൾക്കാരെ പിടിച്ച് എന്നാ പറയുന്നത്, ആൾക്കാർക്ക് നന്നായിട്ട് ദേഷ്യം വരുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാക്കി അങ്ങനെ രക്ഷപ്പെടാനുള്ള പല അടവുകളും പയറ്റുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒന്നെങ്കിൽ ജാതി പറയും, അല്ലെങ്കിൽ ഞാൻ ഒരു സ്ത്രീയാന്ന് പറയും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ കാര്യങ്ങൾ പറയും. ഇതിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, ഒരു സ്ത്രീ നടത്തുന്ന സ്ഥാപനത്തിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് അവർക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഏതായാലും പിടിക്കപ്പെട്ടതിന് ശേഷം അവർ ഉരുളാൻ വേണ്ടി തുടങ്ങി. മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ പ്രത്യക്ഷപ്പെട്ടു. അവരെടുത്തിട്ടില്ല എന്ന് പറയുന്നു. അവർ പറയുന്നു അവരെ ജാതീയപരമായിട്ട് അധിക്ഷേപിച്ചു എന്നൊക്കെ. പക്ഷേ ഈ പറയുന്ന ദിയ കൃഷ്ണ പറയുന്നുണ്ട് അവരുടെ മാതാപിതാക്കൾ രണ്ടും 2 ജാതിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം അല്ലെങ്കിൽ ദിയ കൃഷ്ണ കല്യാണം കഴിച്ചാലും മറ്റൊരു ജാതിയാണ്. അവർ പറയുന്നുണ്ട് അവർക്ക് ജാതി എന്ന് പറയുന്നൊരു പ്രശ്നമുള്ളതല്ല, ഒരു മനുഷ്യരായിട്ട് കാണുന്ന ആൾക്കാരാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കാണുന്ന ആൾക്കാർ നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നാണ് ഇവർ കട്ടെടുത്തത്. പല തവണകളായിട്ട് കട്ടെടുക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. പിന്നെ ഒരു സ്ഥാപനമാകുമ്പം അവിടുത്തെ ജീവനക്കാരുടെ ഒരു വിശ്വാസം എപ്പോഴും ഉണ്ടാകും, അവിടുത്തെ ഓണർ എന്ന നിലയിൽ. അങ്ങനെ ഒരു വിശ്വാസം ദിയ കൃഷ്ണയ്ക്ക് അവരുടെ സ്റ്റാഫുമാരുണ്ടായിരുന്നു. ആ ഒരു വിശ്വാസമാണ് ഈ 3 സ്ത്രീകൾ കെടുത്തിക്കളഞ്ഞത്. അപ്പോൾ എന്താണേലും നമ്മൾ ഈ പറയുന്ന പോലെ ഒത്തിരി കട്ട് കഴിഞ്ഞാൽ അവസാനം എപ്പോഴേലും പിടിക്കപ്പെടും. ഒരു തവണ കട്ട് കഴിയുമ്പോൾ പിടിക്കപ്പെട്ടില്ലെന്ന് കണ്ട് വീണ്ടും കക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഒരു ത്വരയുണ്ടാവും, കട്ടാൽ അറിയത്തില്ല എന്നുള്ളത്. അവസാനം ഒരു നാൾ പിടിക്കപ്പെടുമ്പം അവിടെ കിടന്ന് മെഴുകുതിരി ഉരുകുന്ന പോലെ ഉരുകുന്നത് കാണാം. ഉരുകി തീരുന്നതിൻ്റെ ഇടയ്ക്കും എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഉരുളാൻ നോക്കും. ഉരുണ്ട് അവസാനം നശിച്ച് നാറി പണ്ടാരം അടങ്ങി പോകുന്നൊരു സാഹചര്യമാണ് കാണുന്നത്. എന്തായാലും ദിയ കൃഷ്ണയുടെയും കൃഷ്ണകുമാർ അല്ലെ ആ ഒരു ഫാമിലിയുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളതാണ് നിലവിൽ ഇതുവരെ നമ്മൾ കണ്ടിരിക്കുന്ന കാഴ്ചകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയത്. അതുകൊണ്ട് കക്കാതിരിക്കുക, കട്ട് മുടിച്ച് അവസാനം എന്തെങ്കിലും ഒരിക്കൽ പിടിക്കപ്പെടുമ്പം ചീഞ്ഞ് നാറും. അതാണ് അവസ്ഥ.